ഹലോ, നമ്മൾ ഇന്ന് അസർബൈജാനിലെ ഗോബുസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. ഇന്നൊരു ലോങ് ജേണിയാണ്. അപ്പം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റോട് കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ പേരൊക്കെ കണ്ടുപിടിക്കപ്പെട്ട പാട്. Sosis. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ സ്പോട്ടായിട്ടുള്ള mud volcanoയിലോട്ടാണ് യാത്ര പോകുന്നത്. അത് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. Kanadı Qobustan olur. Ora bizim maşınlar batırdı ya, bırakırlar diye. Onda bunları bırakırlar. Ben sizin dalınızı geldim, siz bundan gelirsiniz ora maşına. Mənə gəlmişsiniz arxamda, yaxşı? Misafir var. ആ സ്ഥലത്തിലോട്ട് ഇങ്ങേരുടെ കാറ് പോകില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു കാർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡില്ല അവിടെ. ഈ ഒരു കുന്നിന്റെ മുകളിലൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്. ഇങ്ങനെ ഭയങ്കര കുലുക്കൊക്കെ ഉള്ള ഒരു യാത്രയാണ്. അങ്ങോട്ട് പോകാനുള്ള ഒരു റോഡ് ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കിതൊക്കെ ഒരു വൈബാണല്ലോ. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. മഡ് വോൾക്കാനോസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് മെയിനാണ്. അസർബൈജാനിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ തിളയ്ക്കുന്നതാണ് മഡ് വോൾക്കാനോ. നമ്മുടെ ഭൂമിന്റെ അടിയിലുള്ള നാച്ചുറൽ ഗ്യാസസ് പുറത്തു വരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ബബിളി ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ 300-ലധികം മഡ് വോൾക്കാനോസ് ആണ് ഉള്ളത്. നമുക്ക് ഈ തിളയ്ക്കുന്നത് കാണുമ്പോൾ തോന്നും ഇത് ഭയങ്കര ചൂടുള്ളൊരു സാധനമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഭയങ്കര തണുത്തൊരു സാധനമാണ്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മഡ് ബാത്ത് എടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ കത്തുന്നത് കണ്ടോ, അത് ഇവിടെ മീത്തൈൻ്റെ കണ്ടന്റ് ഒരുപാടുണ്ട്. നമ്മൾ ചെറിയൊരു സ്പാർക്ക് കൊടുത്താൽ തന്നെ അത് വളരെ നന്നായിട്ട് അങ്ങോട്ട് കത്താൻ തുടങ്ങും. ഇതാണ് ഞാൻ ഒരു കൗതുകത്തിന് കൈയൊക്കെ ഇട്ട് നോക്കി. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. എൻ്റെ കൈയൊക്കെ അങ്ങ് മരവിച്ചു പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ മഡ് വോൾക്കാനോ കണ്ടു. ഇനി നമുക്ക് റോക്ക് ആർട്ട് കാണാം. റോക്ക് മൗണ്ടൻസ് കാണാൻ പോവാം. നമ്മൾ ഗോബുസ്ഥാൻ റോക്ക് ആർട്ട് കാണാൻ വന്നിരിക്കുകയാണ്. നേച്ചർ ആർട്ട് കണ്ടോ, സോ നൈസ്. ഇവിടെ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ കല്ലിലൊക്കെ ഉരച്ചിട്ടാണല്ലോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ശരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമ്മളിങ്ങനെ ചുമ്മാ നോക്കി പോവായിരുന്നു. എനിക്കൊന്നും സത്യം പറഞ്ഞൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും കണ്ടില്ല. 5 പേരുന്ന് എനിക്ക് ഓരോന്ന് കാണിച്ചത്, ഇത് ആടാണ്, ഇത് ഒട്ടകമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. നിങ്ങളതിവിടെ വന്ന് കാണാൻ തന്നെ വേണം. ഒരുപാട് കേവ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോരാ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്ക് പിന്നെ ടൈം ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് കണ്ടു വന്ന്. പക്ഷെ എന്തായാലും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ മലയും കുന്നൊക്കെ കണ്ട അങ്ങ് ഓടി കയറാനാ തോന്നുക. ഈ കാണുന്ന പാറകളിലില്ലേ, ചിലതൊക്കെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതെ, ലൈം സ്റ്റോണും ഹോളോയൊക്കെ കാരണങ്ങൾ കാരണം ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് മ്യൂസിക് വരും. അങ്ങനെ അവിടുത്തെ കലാപരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ യനാർഡാഗ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് യനാർഡാഗ്. എല്ലാം നേച്ചർ ബ്യൂട്ടിയാണ്. അത് ഈ കത്തുന്നത് കണ്ടോ, ഇതാണ് ഫയർ മൗണ്ടൻ അല്ലെങ്കിൽ ഫയർ ടെമ്പിളും അവിടെ തന്നെയാണ്. ഇവരുടെ വിശ്വാസപ്രകാരം ഈ ഫയർ ഒരിക്കലും കെടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ മീത്തേൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ സമയത്തൊന്നും ഇതൊരിക്കലും കെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊന്നും നമ്മൾ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ കാരണം അത് ഒക്കെ ഇടുമ്പോൾ ഇവരത് പിന്നെയും കത്തിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ജസ്റ്റ് ഒരു സ്പാർക്ക് കൊടുത്താൽ തന്നെ ഒരുപാട് നേരത്തേക്ക് അത് കത്തിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ അല്ലറ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണ്? പനിനീർ. അതെ, സുവനീർ വാങ്ങുക എന്നുള്ളതാണ്. അപ്പം അത് മേടിക്കാൻ വേണ്ടി നമ്മൾ അവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ഇത് കണ്ടോ, അവിടുത്തെ മഡ് വോൾക്കാനോസ്. ആ മഡൊക്കെ ഇവർ ബോട്ടിനകത്താക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കോസ്മെറ്റിക് യൂസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും ചെറിയൊരു മേടിച്ചു ഒരു ഓർപ്പിക്കായിട്ട്.
അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് എത്തി. അതെ, ഫുഡ് അടിക്കുക എന്നുള്ളത്. നമ്മൾ മെനു ഒക്കെ നോക്കി അതിൽ വായിൽ കൊള്ളാത്തൊരു പേരൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത്. ഇതാണ് നമ്മുടെ ഫുഡ് വന്നു. ഇത് ചിക്കനും പിന്നെ അവിടുത്തെ നാൻ ബ്രെഡും കാപ്പിയും പിന്നെ നമ്മളൊരു സൂപ്പ് ഓർഡർ ചെയ്തു. സൂപ്പ് സൂപ്പറായിരുന്നു. പിന്നെ ഇതാണ് അവിടുത്തെ എന്താ പുലാവ്, മെയിൻ ഡിഷാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇതൊരു അറബിക് സ്റ്റൈൽ ഫുഡാണ്. കപ്സ പോലെ ചിക്കനും റോളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളോട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. തേർഡ് ഡേയിലെ ഡീറ്റെയിൽസ് വരുന്നത് വരെ ബൈ.